ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സാന്റോസ് അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും മുഴുവൻ സമയവും കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫിസിക്കലി ഫിറ്റായി കഴിഞ്ഞു എന്നുള്ളതാണ്. മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി കൺവിൻസ്ഡ് ആയോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഫിസിക്കലി ഫിറ്റാവുക, നല്ല രൂപത്തിൽ കളിക്കുക, എന്നാൽ നെയ്മറെ ടീമിൽ എടുക്കാം എന്ന ഒരു ക്രൈറ്റീരിയയാണ് കാർലോ ആഞ്ചലോട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ കഫു ഈ വിഷയത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർക്ക് മുന്നിൽ അധികം സമയമില്ല, അദ്ദേഹം എത്രയും പെട്ടെന്ന് മികച്ച രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നാണ് കഫു പുതിയതായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച് അത് സമയം തന്നെയാണ്. വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിക്കാൻ ഇനി 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി നെയ്മർ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കണം, മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്യണം. നെയ്മറുടെ നിലവാരം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ സമയം കുറവാണ്. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പിൽ ഉണ്ടാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും നെയ്മർ തന്നെയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ഉത്തരമില്ല, എനിക്കറിയില്ല, നമുക്കറിയില്ല. അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നെയ്മർക്ക് പോലും അറിയില്ല. നമ്മൾ നേരത്തെ സംസാരിച്ച ആ സമയമെന്ന ഘടകത്തെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയമാകട്ടെ അദ്ദേഹത്തിൻ്റെ കൈവശം അധികമില്ലതാനും. ഇതാണ് കഫു പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർക്ക് മുന്നിൽ ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്, കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഫിസിക്കലി ഫിറ്റ് ആയിക്കൊണ്ട് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം, എന്നാൽ മാത്രമേ കാർലോ ആഞ്ചലോട്ടി കൺവിൻസ്ഡ് ആവുകയുള്ളൂ എന്നൊക്കെയാണ് കഫു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് നെയ്മർ ഉണ്ടാകണം എന്ന് തന്നെയാണ്. പക്ഷേ കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.